ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങ് തരാൻ പോവുകയാണ്. എക്സാമൊക്കെ ആയി ഇനിയും പഠിക്കാൻ നമ്മൾ ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ടൈം വളരെ കുറവാണ്. അപ്പം ഏറ്റവും സിമ്പിളായ രീതിയിൽ, ഏറ്റവും ടൈം കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 8 പോയിൻറ്റ്സ് ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 8 പോയിൻറ്റ്സ്. അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 9th ക്ലാസ്സിൽ കുറച്ചൊക്കെ കേട്ട സംഭവമാണ്. പാർട്സ് ഓഫ് സർക്കിൾ അഥവാ വൃത്തഭാഗം. ഒരു സർക്കിളിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ആ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ദാറ്റ്സ് ഈക്വൽ ടു, അത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360. എന്താ അപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാവാത്തവർക്ക് ദാ പിടിച്ചോ ഒരു സർക്കിൾ. ഈ സർക്കിള് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിൽ നമ്മൾ ഇത്ര ഭാഗം എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിള് നമ്മൾ പീസ് ചെയ്ത ഈ കട്ട് ചെയ്ത പീസ്, അതായത് പാർട്ട് അല്ലെങ്കിൽ ഭാഗം, ഈ ഒരു മൊത്തം സർക്കിളിൻ്റെ, ഈ മൊത്തം ഒരു വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് പാർട്ട് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ വൃത്തഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു പീസിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതാണ് നമ്മൾ എടുക്കുക. അതാണ് കേന്ദ്രകോൺ എന്ന് പറയുന്നത്, സെൻട്രലിലേക്കുള്ള ആംഗിൾ ഡിവൈഡഡ് ബൈ 360 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും. അതായിരിക്കും ഈ സർക്കിളിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, ഇത് നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ജസ്റ്റ് ഞാൻ ചോദിക്കാം, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ട്രയാങ്കിൾസിനെയാണ്, ഏത് ടൈപ്പ് ത്രികോണത്തിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയാം? ഒരു പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആവുക അല്ലേ, അല്ലെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയാലും നമ്മൾ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ ഐസോസിലസ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ത്രികോണത്തിനെ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയും അല്ലേ? അത് മാത്രമാണോ പ്രത്യേകത? അല്ലല്ലോ. ആ ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ ഏതൊക്കെയാണോ അതൊക്കെ തുല്യമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സെക്കൻഡ് പോയിന്റിൽ ഇവിടെ പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ ഇത് രണ്ടും നമ്മളെ റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതേപോലെ ഈ റെഡിൽ ഡ്രോ ചെയ്തിട്ടുള്ളത് ഒരു കോഡാണ്. അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനി എന്താണ് ഇവിടെ നമ്മളെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് രണ്ടും റേഡിയസ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. റേഡിയസ് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആയല്ലോ, സമപാർശ്വ ത്രികോണങ്ങളാണ്. സോ ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ രണ്ട് റേഡിയസ് വരച്ച്, ഒരു കോഡിൻ്റെ അറ്റത്തേക്ക് രണ്ട് റേഡിയസ് വരച്ചാൽ അതെന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായിരിക്കും. അതിൻ്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഐഡിയ നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തേർഡ് പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിലെ തേർഡ് പോയിന്റ് ആണ്. അതെന്ന് പറയുന്നത്, ഇപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു 2 പോയിന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കോഡ് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സർക്കിളിലെ 2 പോയിന്റ് എടുക്കുകയാണ്. ഈ 2 പോയിന്റിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്ക് വരച്ചിട്ടുള്ള ആംഗിളാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതേപോലെ ആ 2 പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചിട്ടുള്ള ഒരു ആംഗിളാണ് ഇവിടെ റെഡ് കളറിൽ ഷോ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ വൃത്തത്തിലേക്ക് വരച്ചിട്ടുള്ള ഈ ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും സെൻറ്ററിലുള്ള ആംഗിൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മളെ സർക്കിളിലുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്ററിലുള്ള ആംഗിൾ. കേന്ദ്രത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വൃത്തത്തിലുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും.
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ കോംപ്ലിക്കേഷനായി മാറുന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഉള്ളിലുള്ളത് എത്രയാണോ, ഉള്ളിൽ 2x ആണെങ്കിൽ അത് സർക്കിൾ പുറത്തേക്ക് പോകുന്തോറും കുറയാണ് ചെയ്യുക. സോ അത് എക്സ് ആവും, ഹാഫ് ആവും. ഉള്ളിൽ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും, പകുതിയായിരിക്കും. അതിൻ്റെ ആ 2 പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ 2 പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്നത് സെൻട്രൽ കോണിൻ്റെ ഹാഫ് ആയിരിക്കും. ഇതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3rd പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ വി മൂവ് ടു ദ 4th പോയിന്റ്. 4th പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, ജസ്റ്റ് ഒരു പോയിന്റ് ആക്കി ഇട്ടതെന്ന് മാത്രം. ജസ്റ്റ് ഈ ഒരു ആംഗിള് എക്സ് ആണെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മൊത്തം ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 360 ആണല്ലോ, അതറിയാമല്ലോ. നമ്മുടെ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളത് ലൈനിൻ്റെ ആംഗിൾ 180 ആണ്. അങ്ങനെ 2 പ്രൊട്രാക്ടർ വെക്കുമ്പോൾ 180 + 180 360 ആണല്ലോ വരിക. സോ ഈ ഒരു സർക്കിളിലെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആവുമ്പോൾ ബാക്കി വരെ എത്രയായിരിക്കും? 360 - x ആയിരിക്കും. ഓക്കെ, ഇതും നമുക്ക് ചില സമയത്ത് യൂസ്ഫുൾ ആവും, ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ 4th പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5th പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 5th പോയിന്റും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല വേറെ ചാപ്റ്ററിലും നമ്മൾ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡയാമീറ്റർ, ഇവിടെ റെഡിൽ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത് ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിന് നമ്മൾ സർക്കിൾക്ക് ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, റീസൺ എന്താ? ഇവിടെ സെൻറ്ററിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിൾക്ക് ഉണ്ടാകുന്ന ആംഗിൾ. നമ്മളിപ്പോൾ ഇവിടെ 3rd പോയിന്റ് പറഞ്ഞില്ലേ, അതേ സംഭവം. 3rd പോയിന്റിൽ പറഞ്ഞു സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിളിലേക്കുള്ള ആംഗിൾ. നമ്മൾ പറഞ്ഞ സംഭവമാണ്, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ നമ്മളൊരു സെമി സർക്കിൾ ആണെന്ന് മാത്രം. ഇവിടെ ഇത് 180 ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിൾക്കുള്ള ആംഗിൾ. ഇങ്ങനെ പിടിച്ചാൽ മതി. ഡയമീറ്ററിന് നമ്മൾ സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഒരു മട്ടക്കോണായിരിക്കും. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിൽ ഉണ്ടാവുന്ന ആംഗിൾ, അങ്ങനെ വേണമെങ്കിലും വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 പോയിന്റ് സക്സസ്ഫുള്ളി പഠിച്ച സ്ഥിതിക്ക് നമ്മൾ മൂവ് ചെയ്യാണ് 6ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. എന്താ പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു കോഡ് ഉണ്ട്. നമുക്കറിയാലോ, സെഗ്മെൻറ്റിൽ ഒരു കോഡ് വരച്ചാൽ, ഒരു സർക്കിളിനെ ഒരു കോഡ് വരച്ചാൽ 2 പാർട്ടാക്കും. ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്. അറിയാമല്ലോ, ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിയിട്ട് അതിന് ഒരു കത്തി വെച്ചിട്ട്, വലിയൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ അത് 2 പീസാവില്ലടാ. അതന്നെ സംഭവം. അത് നമ്മൾ മാത്തമാറ്റിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ 2 സെഗ്മെൻ്റ് ആവും എന്ന് പറയാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു വൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു റെഡ് കോഡ് നമ്മൾ വരച്ചു. ആ റെഡ് കോഡ് 2 സെഗ്മെൻ്റ് ആക്കുന്നുണ്ട്. ഇതൊരു സെഗ്മെൻറ്റും ഇതൊരു സെഗ്മെൻറ്റും. അങ്ങനെ 2 സെഗ്മെൻ്റ് ആക്കിയിട്ട് ഒരു കോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കിളിനെ 2 ഭാഗമാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോഡിൻ്റെ 2 അറ്റത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സെയിം 2 പോയിന്റിൽ നിന്ന് വരക്കുന്ന എല്ലാ ആംഗിളും, ഒരു സെഗ്മെൻറ്റിൽ തന്നെ വരക്കുന്ന എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ 6th പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ 30 ആണെങ്കിൽ ബാക്കി എല്ലാം 30 തന്നെ ആയിരിക്കും. ഇതും 30, ഇതും 30, ഇതും 30, എല്ലാം 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴേക്കും നമുക്ക് പറയാം, ഈ ഒരു കോഡ് ഇങ്ങനെ ഈ കോഡിൻ്റെ 2 അറ്റത്തു നിന്ന് വരക്കുന്നത്. ഇതൊരു 60 ആണെങ്കിൽ ഇതും 60, ഇതും 60, ഇതും 60, എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കോഡിൻ്റെ 2 അറ്റത്ത് നിന്ന് വരക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ഒരേ സെഗ്മെൻറ്റിലേക്ക് വരക്കുന്ന ആംഗിൾസ് ഒക്കെ സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മളെ 6ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. ഇനി 7th പോയിന്റ് എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണ്, അഥവാ ചക്രീയ ചതുർഭുജം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതെന്താന്ന് അറിയുന്നവരും അറിയാത്തവരും ശ്രദ്ധിച്ചോളൂ. എന്താന്ന് പറഞ്ഞുതരാം. ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ചതുർഭുജമാണ്. അതിൻ്റെ 4 മൂലയും സർക്കിളിൽ വരണം.
അതാണ് ഇതിൻ്റെ പ്രത്യേകത. 4 മൂലയും സർക്കിളിൽ വരുന്ന ഒരു സൈക്ലിക് അല്ലെങ്കിൽ ചതുർഭുജത്തിനെ ക്വാഡ്രാറ്ററിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിലൊരു റെഡ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം വരച്ചിട്ടുണ്ട്. അതിൻ്റെ 4 മൂലയും സർക്കിൾ തന്നെയാണല്ലോ. അങ്ങനെയുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180. അഥവാ എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും. അതായത് ഈ ഒരു കോൺ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കോണും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. സെയിം തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, ഈ ഒരു ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ആംഗിള് 80 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 100 ഡിഗ്രി ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് 180 ഡിഗ്രി ആവണം. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഒരു ആംഗിൾ കിട്ടിയാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. 180 മൈനസ് ചെയ്താൽ മതി. ഇതിനാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ശരിക്കും പറയുകയാണെങ്കിൽ 7 പോയിൻറ്റ്സേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പക്ഷേ 8ാമത്തെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കി വെക്കുക. 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 8ാമത്തെ പോയിന്റും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ വരക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്? 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു ഇല്ലേ? ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്, നമ്മൾ പഠിച്ച പോയിൻ്റാണ്. എത്രാമത്തെ പോയിൻ്റ് ആയിരുന്നു? 5th പോയിന്റ് അല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ സർക്കിൾക്കാണെങ്കിൽ സർക്കിൾമേലാണെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇതേ സംഭവം ഡയമീറ്റർ ആണ് ഇവിടെ വരച്ചിട്ടുള്ള റെഡ് കോഡ് എന്ന് പറയുന്നത്. ഈ ഡയമീറ്ററിൻ്റെ അല്ലെങ്കിൽ വ്യാസത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ആംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരുംതോറും ആംഗിൾ എന്താവാണ്? കൂടുകയാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞു സർക്കിളിലുള്ള ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ ഡബിൾ ആണെങ്കിൽ അത് സർക്കിളിലേക്കുള്ള ആംഗിൾ ഹാഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് പുറത്തേക്ക് പോകുന്തോറും നമ്മളെ ആംഗിൾ കുറയാണ് ചെയ്യുക, ഉള്ളിലേക്ക് വരും തോറും ആംഗിൾ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഉള്ളിലേക്ക് വരും തോറും നമ്മളെ ആംഗിൾ എങ്ങനെയാണ്? വലിപ്പം കൂടി കൂടി വരികയാണ്. പുറത്തേക്ക് പോകും തോറും എന്താണ്? കൂർപ്പ് കൂടി കൂടി വരികയാണ്, ഷാർപ്പായി വരികയാണ്. വിച്ച് മീൻസ് ആംഗിൾ കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ആംഗിൾ ഡയമീറ്ററിൽ നിന്ന് നമ്മളൊരു ആംഗിൾ സർക്കിളിൻ്റെ ഉള്ളിൽ വരക്കുകയാണെങ്കിൽ സർക്കിളിലാണെങ്കിൽ അത് 90 ആണ്. സോ അത് ഉള്ളിലാണെങ്കിൽ ലെസ് ദാൻ 90 ആയിരിക്കും. ലെസ് ദാൻ 90 ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ അല്ലല്ലോ, എന്തുവാടേ തെറ്റ് പറയുന്ന കേട്ടില്ലേ? ഇതാണ് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഉള്ളിലേക്ക് പോകുന്തോറും ആംഗിൾ കൂടുകയാണ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ പുറത്തേക്ക് പോകുന്തോറും കുറവായിരിക്കും ചെയ്യുക. ദാറ്റ് മീൻസ് ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ 4 മൂലയും സർക്കിളിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ച പോയിൻ്റാണ്. പിന്നെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് അല്ലേ? സെയിം സംഭവം തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈ ഒരു ആംഗിളും സം ചെയ്താൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 180നേക്കാളും കൂടുതലാണോ കുറവാണോ ഉണ്ടാവാൻ ചാൻസ്? ഒന്ന് പറയാൻ പറ്റുമോ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുന്നേ. സംഭവം ഞാൻ പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആംഗിൾ പുറത്തേക്ക് പോകുന്തോറും കുറയാണ് ചെയ്യുക. സോ ഇവിടെ പുറത്താണുള്ളത് ഒരാംഗിൾ, ദാറ്റ് മീൻസ് ഒരാംഗിൾ കുറവായിരിക്കും ഉണ്ടാവുക. സോ എന്താണ്? 180നേക്കാളും കുറവായിരിക്കും ഉണ്ടാവുക. സോ നമ്മളിവിടെ ആംഗിൾസിന് നെയിം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആംഗിൾ എ, ഇവിടെ ആംഗിൾ ബി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ലെസ് ദാൻ 180 ആയിരിക്കും. റീസൺ ഒരു ആംഗിൾ പുറത്താണ്. പുറത്തെന്ന് പറഞ്ഞാൽ കുറവായിരിക്കും ഉണ്ടാവുക ആംഗിൾ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. മെയിനായിട്ട് കൂടുതലായിട്ടും ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ചിരിക്കണം. പോരാത്തതിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. പക്ഷേ നമ്മൾ അതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കയ്യിൽ ആവശ്യമുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഈ 8 ടൂൾസാണ്. ഈ 8 ടൂൾസും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 8 പോയിൻറ്റ്സും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ക്ലിയർ ആയെങ്കിൽ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംഗിൾ എ, ആംഗിൾ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഉള്ളിലാണ്, സർക്കിൾമേലല്ല, പുറത്തുമല്ല, സർക്കിളിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എ ആണോ, ഓപ്ഷൻസ് എ ആണോ, ബി ആണോ, സി ആണോ, ഏതാണ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലുള്ള കണ്ടൻസ്. ഓർക്കുക, നമ്മൾ കണ്ടൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നമ്മുടെ കയ്യിൽ ടൂൾസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ആകുമ്പോഴേ നമുക്ക് ഓരോ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടൻസ് മനസ്സിലാക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, എക്സ്പേർട്ട് ആവുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു.